മച്ചന്മാരെ 2+1 3, അതായത് 3 രൂപയ്ക്ക് 60 രൂപ വില മതിക്കുന്ന LED പാർക്കിംഗ് ലൈറ്റ് നമുക്കുണ്ടാക്കാം. 2 രൂപയുടെ ഈ ഒരു LED ബൾബും 1 രൂപയുടെ റെസിസ്റ്റർ ഉപയോഗിച്ച് നമുക്ക് പാർക്കിംഗ് ലൈറ്റ്, അതായത് ഇതിപ്പോൾ ഞാൻ മേടിച്ചത് 90 രൂപയ്ക്കാണ്. ബ്ലൂ കളറാണ്, ഇതിന് 90 രൂപയാണ് വില വരുന്നത്. ഇതിപ്പോൾ ഇതിനകത്ത് പറ്റുന്നതെന്ന് വെച്ചാൽ LED ബൾബ് ഡയറക്റ്റ് 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്, അപ്പം തന്നെ അടിച്ചു പോകും, അതിനകത്ത് യാതൊരു സംശയമില്ല. ഈ റെസിസ്റ്റർ വെക്കുകയാണെങ്കിൽ അത് നോർമലി തെളിഞ്ഞു നിൽക്കും, അതായത് അതിനകത്തേക്ക് വരുന്ന ഊർജ്ജത്തെ കൺട്രോൾ ചെയ്ത് സ്ഥിരതയായിട്ട് വരുമ്പോൾ ഇത് എത്ര നാൾ വേണേലും നിന്നോളും. ഇത് എങ്ങനെയാണ് ഇനി കണക്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഈ LED ബൾബിൻ്റെ പോസിറ്റീവ്, അതായത് നീട്ടമുള്ള കാല്, അതിൽ റെസിസ്റ്റർ ഘടിപ്പിക്കുക. തൽക്കാലം ഞാൻ ഇങ്ങനെ ഘടിപ്പിച്ചെന്നേ ഉള്ളൂ, അത് ലാസ്റ്റ് സോൾഡ് ചെയ്ത് വെക്കാവുന്നതാണ്. ഇതിന് ശേഷം നല്ല നട്ടുച്ച നേരമാണ്, വെയിൽ കാരണം രക്ഷയില്ല. ഇപ്പോൾ ഇത് തെളിയുന്നുണ്ട്. ഇത്രയുള്ള പരിപാടി. ഈ ഒരു റെസിസ്റ്റർ ഉള്ളതുകൊണ്ട് മാത്രമാണ് ഈ LED ബൾബ് ഇപ്പോൾ അടിച്ചു പോകാത്തത്. അല്ലെ 12 വോൾട്ടിൽ എങ്ങനെയാണേലും അടിച്ചു പോകുന്നതാണ്. ഈ റെസിസ്റ്ററും കൂടെ ഘടിപ്പിക്കുകയാണെങ്കിൽ ഇങ്ങനെ കറക്റ്റായിട്ട് കത്തി നിന്നോളും, വേറെ വിഷയമൊന്നുമില്ല. അതായത് 3 രൂപയ്ക്കാണെന്ന് ഓർക്കണം. 3 രൂപയ്ക്ക് ഇത്രയും ലൈറ്റ് കളിക്കണമെങ്കിൽ ഇതിന് 90 രൂപ വില വരുന്നത്. ഇതിൻ്റെ ഓട്ടോമാറ്റിക്കായിട്ട് ഉള്ളതുണ്ട്, അത് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണിച്ചു തരാം. ചെറിയൊരു ചൂടുണ്ട്. ബൾബിന് കുഴപ്പമൊന്നുമില്ല, ആ റെസിസ്റ്ററിൻ്റെ അവിടെ ഒരു ചെറിയ ചൂട്, അല്ലാതെ വേറെ വിഷയമൊന്നുമില്ല. ഇത് ഊരിയിട്ട് അടുത്ത് വെക്കുകയാണെങ്കിൽ ഓഫ് ചെയ്തിട്ട് വേണം ഓൺ ചെയ്യാൻ. കണ്ടോ, അത്രേ ഉള്ളൂ പരിപാടി. ഇതിനകത്ത് ഞാൻ 2 ബൾബാണ് പിടിപ്പിച്ചിരിക്കുന്നത്, ഒന്ന് വൈറ്റും ഒന്ന് കളറും ആയിട്ടുള്ളതും. ഇതിന് മുടക്കായിട്ട് വന്നേക്കുന്നത് 5 രൂപയാണ്, വെറും 5 രൂപ മുടക്ക് മുതലായിട്ട് വന്നുള്ളൂ. 2 ബൾബിന് 4 രൂപയും പിന്നെ ഒരു റെസിസ്റ്ററുമാണ് വെച്ചേക്കുന്നത്, അതിലാണ് ഈ 2 എണ്ണം കൂടെ കത്തുന്നത്. ബ്രേക്ക് ലൈറ്റിൽ നിന്ന് കൊടുത്തേക്കുന്നതാണ്. നല്ല വെയിലായിരുന്നു, അതുകൊണ്ട് വേർത്തിട്ട് ഒരു രക്ഷയില്ല. നമ്മൾ ഈ ലൊക്കേഷനും കൂടെ നോക്കിയാണ് ഞാൻ ഇങ്ങനെ കണ്ടപ്പോൾ നിന്നാണ്, അതുകൊണ്ടാണ് ഇത് സോൾവ് ചെയ്യാത്തതൊക്കെ. അതുകൊണ്ട് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക, അതോടൊപ്പം തന്നെ ഇത് ഷെയർ ചെയ്യാൻ മറക്കല്ല്. പിന്നെ കമൻറ്റ് ചെയ്യുക, അത്യാവശ്യം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയോ ഇഷ്ടപ്പെടാതിരിക്കുകയോ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങൾക്കിത് പൂർണ്ണമായിട്ടും ഉപകാരപ്രദമാണെന്ന് തോന്നിയാൽ ഇപ്പം പുതിയതായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാത്തവർക്ക് അത് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പോൾ സ്യൂസിൻ്റെ ഏറ്റവും പുതിയൊരു അധ്യായം അടുത്തതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം.